ഹായ് ആസ്പിറൻസ്, വെൽക്കം ടു ആറ്റം അക്കാഡമി. അപ്പോൾ SBIPOന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നായിരുന്നു, അപ്ലൈ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ IPPS POയും ഒക്കെ വിളിച്ചിട്ടുണ്ട്, NICL അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. എല്ലാത്തിനും എല്ലാ ആസ്പിറൻസും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയി എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടാബുലാർ DAയിലെ നമ്മുടെ SBIPO അല്ലെങ്കിൽ IPPS POയ്ക്കൊക്കെ വരുന്ന ടാബുലാർ DAയിലെ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഏതൊരു DA കിട്ടിക്കഴിഞ്ഞാലും ആദ്യമേ നിങ്ങൾ വായിക്കേണ്ടത് അതിൻ്റെ ഡയറക്ഷൻസ്. ഓക്കെ, ഡയറക്ഷൻ ക്വസ്റ്റ്യൻ തന്നിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ട് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോട്ടും കൂടെ വായിച്ചു നോക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ടാബുലാർ DAയിൽ പ്രത്യേകിച്ച് നോട്ട്സ് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഡയറക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാണ്. ദി ഫോളോയിങ് ടേബിൾ റെപ്രസെന്റ്സ് ദി പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 5 ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ ആ താഴെ പറയുന്ന ടേബിളിൽ എന്ത് തന്നിരിക്കുകയാണ്? പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുകയാണ്. ഒരു 5 സ്റ്റേറ്റ്സിന്റെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻസ് തന്നിരിക്കുകയാണ്. എന്തിന്റെയൊക്കെ ബേസിസിലാണെന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, PQRST എന്ന് പറയുന്ന 5 സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ പോവർട്ടി ലൈൻ. അപ്പോൾ പോവർട്ടി ലൈനെ ബേസ് ചെയ്തിട്ടുള്ള പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ ടേബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദി റേഷ്യോ ഓഫ് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ഓഫ് ബിലോ ആൻഡ് എബോവ് പോവർട്ടി ലൈൻ. അപ്പം പോവർട്ടി ലൈന് ബിലോ ആയിട്ടുള്ളവരെയും അതുപോലെ തന്നെ എബോവ് ആയിട്ടുള്ളവരെയും മെയിൽ ടു ഫീമെയിൽ റേഷ്യോ സെപ്പറേറ്റ് തന്നിട്ടുണ്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കിക്കേ, സ്റ്റേറ്റ്സിന്റെ നെയിംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, PQRST. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് നോക്കിക്കേ, പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ. അതായത് പിയിലെ പോപ്പുലേഷന്റെ 35% അവിടെ എന്താന്ന് പറയുന്നുണ്ട്? പോവർട്ടി ലൈന് ബിലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബിലോ പോവർട്ടി ലൈൻ. അങ്ങനെയാണെങ്കിൽ പിയിലെ തന്നെ പോപ്പുലേഷന്റെ എന്താണ് 65% എന്ന് പറയുന്നത് എന്താണ്? എബോവ് പോവർട്ടി ലൈൻ ആണ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അതേപോലെ ഓരോ സ്റ്റേറ്റിലും അവരവരുടെ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ശതമാനം, അതായത് ക്യൂയില് മൊത്തത്തിൽ ക്യൂവിന്റെ 25% പോവർട്ടി ലൈന് ബിലോ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 75% എന്തായിരിക്കും? എബോവ് ആയിരിക്കും. അപ്പൊ പിയിലെയും ക്യൂയിലെയും ആറിലെയും എസിലെയും ടിയിലെയും ഒന്നും പോപ്പുലേഷനെ പറ്റിയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത്, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ഡേറ്റ തന്നിട്ടുണ്ടായിരിക്കും, ആ ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്. അതുപോലെ തന്നെ എന്താണ്? പോവർട്ടി ലൈന് ബിലോ ഉള്ള മെയിലിന്റെ ഫീമെയിലിന്റെ റേഷ്യോ, അതുപോലെ തന്നെ എബോവ് ഉള്ളവരുടെ മെയിലിന്റെ ഫീമെയിലിന്റെ റേഷ്യോ ഓരോ സ്റ്റേറ്റിലെയും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. If the number of persons above poverty line in the state Q, അപ്പം നോക്കിക്കേ, സ്റ്റേറ്റ് ക്യൂയില് പോവർട്ടി ലൈന് എബോവ് ഉള്ളവരുടെ എണ്ണം എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 15 മില്യൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ബിലോ ഉള്ളവർ 25% ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 75%ന് തുല്യമായിട്ടുള്ള നമ്പർ ആണ് എന്ത്? ആ ഒരു ക്യൂയിലെ 75%ന് തുല്യമായിട്ടുള്ള നമ്പറാണ് 15 മില്യൺ എന്ന് നമുക്ക് രേഖപ്പെടുത്താം. ഓക്കെ, ദെൻ what is the ratio of number of females below poverty line to above poverty line? അപ്പോൾ നമുക്ക് വേണ്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിന്റെ എന്തിന്റെയൊക്കെയാ? ബിലോ പോവർട്ടി ലൈനിലുള്ള ഫീമെയിൽസും അതുപോലെ തന്നെ മെയിൽസ് എബോവ് പോവർട്ടി ലൈനും. ഓക്കെ, എബോവ് പോവർട്ടി ലൈനും തമ്മിലുള്ള റേഷ്യോസ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നമുക്കുള്ളത് അവിടെ എന്താണ്? 15 മില്യൺ. ആ 15 മില്യൺ എന്ന് പറയുന്നത് എന്താണ്? പോവർട്ടി ലൈന് എബോവ് ഉള്ളവരാണ്. അപ്പൊ നമുക്കറിയാം മെയിൽസ് എബോവ് പോവർട്ടി ലൈനിന്റെ റേഷ്യോ ഇവിടെ കിടപ്പുണ്ട്, മെയിൽസിന്റെ. ഓക്കെ, അപ്പൊ പോവർട്ടി ലൈന് എബോവ് ഉള്ളത് 15 മില്യൺ ആണ്. ആ 15 മില്യണിൽ നോക്കിക്കേ, ആ 15 മില്യണിൽ 4 പാർട്ട്, ടോട്ടൽ 9 പാർട്ടില് 4 പാർട്ട് എന്താണ്? മെയിൽസ് ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ മെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു 4/9 ചെയ്താൽ പോലെ. സോ നമുക്ക് എന്ത് കിട്ടി? മെയിൽസിന്റെ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഫീമെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ആണ്. ഓക്കെ, അപ്പൊ ഫീമെയിൽസ് ബിലോ പോവർട്ടി ലൈൻ വേണമെങ്കിൽ ആദ്യമേ പോവർട്ടി ലൈന് ബിലോ ഉള്ള എത്ര പേരുണ്ടെന്നും നമ്മൾക്ക് അറിയണം. അപ്പൊ നോക്കിയേ, ഈ 15 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നമ്പറിന്റെ 75% ആണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ തന്നെ 25% ആണെന്ത്? ബിലോ പോവർട്ടി ലൈൻ ഉള്ളത്. സോ അങ്ങനെ കണ്ടുപിടിക്കും. 15 നമ്മൾ എന്താക്കുന്നു? ആ ബിലോ പോവർട്ടി ലൈനിലുള്ള നമ്പറിലോട്ട് ആക്കുന്നു. അതിനുവേണ്ടി
75 റേഷ്യോ എന്ന് പറയുന്നതാണ് എന്ത് 15. സോ 25 റേഷ്യോ എന്ന് പറയുന്നത് 15/75 ഇൻറ്റു 25 അല്ലേടാ. അപ്പൊ നമുക്ക് എഴുതാം 15 × 25/75 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ ഇത് എഴുതാതെ, ഈ ഒരു സാധനം എഴുതാതെ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം ലാഭിക്കും. ഓക്കെ, ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരുടെ ടോട്ടൽ എണ്ണം കണ്ടുപിടിച്ചു. അതില് ഫീമെയിൽസ് വേണം. ഫീമെയിൽസ് വേണമെന്ന് പറയുമ്പോൾ അതില് 5/3 അല്ലേടാ, സോറി 5/3 അല്ല, 8 5 ആണെന്ത് ഫീമെയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഔട്ട് ഓഫ് 8 ആണെന്ത് ഫീമെയിൽ എന്ന് പറയാം. ഇനി നോക്കിക്കേ, ഈ റേഷ്യോസ് വെട്ടിയാൽ മതി. അപ്പം വെട്ടുമ്പോൾ 15 ഉം 15 ഉം എനിക്ക് വെട്ടാം, 25 ഉം 75 ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 എന്ന് കിട്ടും. ഇനി ഈ 3 കൊണ്ട് ഈ 9 വെട്ടാം, അപ്പൊ ഇവിടെ 3 കിട്ടി. ഓക്കെ, ഇനി എന്തെങ്കിലും വെട്ടാണ്ടോ? ഇനി വെട്ടാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 5 × 3 15 എന്ന് കിട്ടും. 15 8 × 4 8 × 4 32. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഇ 15:32 ആണെന്ന് രേഖപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ മാക്സിമം ചെലവാക്കേണ്ടുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ഒരു ഹാഫ് മിനിറ്റിൽ താഴെ ആയിരിക്കണം. ആ രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താലേ ക്വാണ്ടിൽ അറ്റംപ്റ്റ് കയറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കഴിവതും ഈ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കി ഒറ്റ മൈൻഡിൽ ചെയ്തു പോകാൻ നോക്കണം. ഓക്കെ, അപ്പം അതിന് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ വേണം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പരിചയം വേണം. അപ്പോൾ ഒരുപാട് മോക്ക് എക്സാംസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ഡി എയിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ദി പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ഫോർ ദി സ്റ്റേറ്റ് ക്യൂ ഈസ് 2.4 മില്യൺ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അവിടെ എന്താ തന്നിരിക്കുന്നത്, മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് ക്യൂ. സ്റ്റേറ്റ് ക്യൂയില് പോവർട്ടി ലൈനിന് ബിലോ ഉള്ള മെയിൽസ് അതെന്ന് പറയുന്നത് എത്രയാണ്, 2.4 ആണ്. അതായത് ഈ ഒരു 3 റേഷ്യോ ഇല്ലേ, ആ ഒരു 3 റേഷ്യോ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അവിടെ എന്തെന്ന് 2.4 ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ആൻഡ് ദാറ്റ് ഫോർ ദി സ്റ്റേറ്റ് ടി, അതായത് സ്റ്റേറ്റ് ടിയില് പോവർട്ടി ലൈനിന് താഴെയുള്ളത്, അതായത് ഈ ഒരു 5 റേഷ്യോ ആണെന്ത് ആ ഒരു 6 മില്യൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ക്യൂ ആൻഡ് ടി ആണ്. അതിന്റെ റേഷ്യോ, ക്യൂയിലെയും ടിയിലെയും ടോട്ടൽ പോപ്പുലേഷന്റെ റേഷ്യോ. അപ്പൊ നോക്കിക്കേ, ഞാൻ ഈ 2.4നെ ടോട്ടൽ ആക്കാൻ പോവാണ്. നോക്കിക്കേ, ഈ 2.4നെ ഞാൻ എടുത്തു. ഈ 2.4 എന്ന് പറയുന്നത് ഈ 3 റേഷ്യോ ഇല്ലടാ. അങ്ങനെയാണെങ്കിൽ പോവർട്ടി റേഷ്യോയിലുള്ള എല്ലാവരെയും ആക്കാൻ വേണ്ടി ഇൻറ്റു എനിക്ക് 8/3 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ എന്തായി, ആ ഒരു സ്റ്റേറ്റ് ക്യൂയിലെ പോവർട്ടിക്ക് ബിലോ ഉള്ള എല്ലാവരെയും കിട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി എന്ത് ചെയ്യണം, നമുക്കറിയാം ബിലോ ഉള്ളതെന്ന് പറഞ്ഞാൽ 25% ആണ്. അപ്പൊ ഈ 25% ആണ് ഇത്. നമുക്ക് വേണ്ടത് മൊത്തം ആൾക്കാർ എന്ന് പറഞ്ഞാൽ 100%. അപ്പൊ 100/25 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, സ്റ്റേറ്റ് ക്യൂയിലെ എല്ലാ ആൾക്കാരുമായി. ഇനി സ്റ്റേറ്റ് ടിയിലെ എല്ലാ ആൾക്കാരെയും കണ്ടുപിടിക്കുകയാണ്. അപ്പൊ 6 എന്ന് പറയുന്നത് നമുക്കറിയാം ബിലോ പോവർട്ടി ലൈനിലുള്ള മെയിൽസ് ആണ്. അപ്പൊ ബിലോ പോവർട്ടി ലൈനിലുള്ള എല്ലാവരെയും കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 8/5 എന്ന് എടുത്താൽ പോലെ. ഓക്കെ, പോവർട്ടി ലൈനിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ 8 റേഷ്യോ ആണ്. സോ ഇൻറ്റു 8/5. ഇപ്പൊ നമുക്ക് പോവർട്ടി ലൈനിന്റെ ബിലോ ഉള്ള എല്ലാവരെയും കിട്ടി. പക്ഷെ നമുക്ക് ടോട്ടൽ വേണം. അതായത് 15% ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഐറ്റം. അങ്ങനെയാണെങ്കിൽ അതിനെ 100% ആക്കണം, ഇൻറ്റു 100/50. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഈ ഒരു 100ഉം ഈ ഒരു 100ഉം വെട്ടാം. അതുപോലെ തന്നെ ഈ ഒരു 8ഉം ഈ ഒരു 8ഉം വെട്ടാം. അവിടെ വെട്ടുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വെട്ടാൻ നോക്കുക. ഓക്കെ, 25 ഉണ്ട്, താഴെയും 2 5 ഉണ്ട്. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇത് 3 ആയിട്ട് കിട്ടും. ഈ 3യും വെട്ടാം. ഇനി നോക്കിക്കേടാ, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 2.4 ഉണ്ട്. നമുക്കറിയാം 6 എന്ന് പറയുന്നത് 6 കൊണ്ട് 2.4ന് വെട്ടാം. എന്ത് കിട്ടും, 0.4 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, 0.4 എന്ന് വെച്ചാൽ 4/10 അല്ലേ, അതായത് 2/5 എന്ന് കിട്ടും റേഷ്യോ, അതായത് 2:5. സിമ്പിൾ ആണ്, അത്രയും സിമ്പിൾ ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ. ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് വളരെ പ്രയാസമില്ലാതെ ആൻസർ കിട്ടും. ഓപ്ഷൻ എ 2.5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് വിൽ ബി ദി മെയിൽ പോപ്പുലേഷൻ എബവ് പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് പി? ഓക്കെ, അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് പോപ്പുലേഷൻ, മെയിൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ, മെയിൽ പോപ്പുലേഷൻ എബവ് പോവർട്ടി ലൈൻ എന്ന് പറയുമ്പോൾ ഈ 6 റേഷ്യോ എന്തിന്റെയാ,
പി സ്റ്റേറ്റ് പിയിലെ. ഓക്കെ, ഏത് സ്റ്റേറ്റ് ആണോ മെൻഷൻ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ എടുക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു 6 റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പൊ പി സ്റ്റേറ്റിൽ തന്നെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പിയുടെ പോവർട്ടി ലൈന് എബോവ് ഉള്ള മെയിലിനെ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് പോപ്പുലേഷൻ ഓഫ് ഫീമെയിൽ ബിലോ പോവർട്ടി ലൈൻ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു 6 റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു 6 റേഷ്യോ ആണ് 2.1. അപ്പൊ നമുക്ക് ആദ്യമേ പോവർട്ടി ലൈനിന് താഴെയുള്ള എല്ലാവരെയും കണ്ടുപിടിക്കാം. അപ്പൊ ആ 6 റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് 11 റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ആ ഒരു പോവർട്ടി ലൈന് ബിലോ ഉള്ളവരെ കിട്ടി. ഇനി പോവർട്ടി ലൈൻ എബോവ് ഉള്ള മെയിലാണ് വേണ്ടത്. അപ്പൊ നമ്മൾ പോവർട്ടി ലൈനിന്റെ ബിലോ നിൽക്കുകയാണ്, അതായത് ഇപ്പൊ 35% നിൽക്കുകയാണ്. നമുക്ക് എന്താ വേണ്ടത്? 65% വേണം. അപ്പൊ 65/35. ഓക്കെ, ഇൻറ്റു 65/35. ഇനി എന്ത് വേണം? മെയിൽ വേണം. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ എന്താണ്? പോവർട്ടി ലൈനിന്റെ എബോവ് ഉള്ള എല്ലാ ആൾക്കാരുടെയും നമ്പറാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്താക്കുന്നു? അതിനെ നമ്മൾ മെയില് മാത്രമാക്കുന്നു. അപ്പൊ മെയിൽ എന്ന് പറയുമ്പോൾ 6 റേഷ്യോ അല്ലേ? അപ്പൊ 6/30 ഇൻറ്റു 6/30. അപ്പൊ നോക്കിക്കേ, 13 കൊണ്ട് 65നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടും. ഇനി ഈ ഒരു 6ഉം ഈ ഒരു 6ഉം കട്ട് ചെയ്യാം. ഈ 5ഉം ഈ ഒരു 35 കട്ട് ചെയ്ത് 7 കിട്ടും. ഇവിടെ ഈ 7ഉം ഈ 2.1ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.3 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3.3 അല്ലെ? 3.3 മില്യൺ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 3.3 മില്യൺ. വളരെ സിമ്പിൾ ആണ്. ഡി എ കാണുന്ന കണക്കല്ല, വളരെ സിമ്പിൾ ആണ്. ചെയ്യേണ്ട രീതി ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, ഇഫ് ദി മെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് ആർ. അപ്പൊ സ്റ്റേറ്റ് ആറിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റേറ്റ് ആറിനെ പറ്റി മാത്രം ചിന്തിക്കുക. സ്റ്റേറ്റ് ആറിനെ പറ്റി മാത്രം ചിന്തിക്കുക. ഓക്കെ, അപ്പം മെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഏത് റേഷ്യോ? ഈ 2 റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, 1.9 എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്നത് ആ ഒരു സ്റ്റേറ്റിലെ തന്നെ മൊത്തം പോപ്പുലേഷൻ ആണ്. അപ്പൊ നോക്കിക്കേ, ഈ 1.9 എന്ന് പറയുന്ന ആ ഒരു 2 റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ 5 റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പോവർട്ടി ലൈന് എബോവ് ഉള്ളവരെ കിട്ടും അല്ലെ? ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 5 റേഷ്യോ അല്ലേ? അപ്പൊ ആ ഒരു 5 റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 2 റേഷ്യോ മാറി എന്താക്കണം? 5 റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവർട്ടി ലൈൻ എബോവ് ഉള്ളവരെ കിട്ടി. അപ്പൊ പോവർട്ടി ലൈൻ എബോവ് ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിലോ പോവർട്ടി ലൈനാണ്. അപ്പം 100 - 24, അതായത് 76 ആണെന്ത്? എബോവ് പോവർട്ടി ലൈൻ. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 76 നമുക്ക് 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? സോ ഇൻറ്റു 100/76. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ ഒരു 1.9 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 19/10 ആണ്. അപ്പൊ നോക്കി, ഈ 1.9 മാറ്റി ഞാൻ 19/10 എന്ന് എഴുതുന്നു. 10 ഒരു 0യും കട്ട് ചെയ്തു. 19 × 4 ആണ് എന്ത്? 76. അപ്പോൾ അവിടെ ടേബിൾ ഒക്കെ അറിയാമെങ്കിൽ അങ്ങനെ വെട്ടി പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി 4 കൊണ്ട് എനിക്ക് 2 കൊണ്ട് എനിക്ക് വേണമെങ്കിൽ 10നെ വെട്ടാം. 10നെ വെട്ടി കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ 25/4, അതായത് 25ന്റെ പകുതിയുടെ പകുതി. 25ന്റെ പകുതി എനിക്ക് 12.5 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 12.5ന്റെ പകുതി എന്ത് കിട്ടും? 6.25. ദാറ്റ് സിമ്പിൾ, 6.25 മില്യൺ. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. അപ്പൊ നോക്കിക്കേ, 5 ചോദ്യം ഞൊടിയിടെ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കണ്ട് പാനിക് ആയി പോകരുത്. എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. PO ആണ് എന്ന് പറഞ്ഞ് കട്ടിയായിരിക്കില്ല. നമുക്ക് ചെയ്ത് ശീലമല്ല. ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസിയാണ്ട് ചെയ്ത് ശീലം കാണും. അപ്പൊ ഇതേപോലെ കുറെ മെത്തേഡ്സ് പഠിച്ചു വെച്ച് എന്ത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? PO എക്സാംസും പുഷ്പം പോലെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തൊരു ദിവസം വേറൊരു DA ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.